വിശദമായ വാർത്തകളിലേക്ക്. ഫേസ്ബുക്കിൽ ഉമ്മൻചാണ്ടിക്ക് പറ്റിയ അമളി പാഠമാകണമെന്ന് പിണറായി വിജയൻ. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക പേജ് ഉത്തരവാദിത്വത്തോടെ കൈകാര്യം ചെയ്യണമെന്നും പിണറായി വിജയൻ ഫേസ്ബുക്കിൽ വ്യക്തമാക്കുന്നു. കണ്ണൂർ വിമാനത്താവളത്തിന്റെ ചിത്രം മാറി നൽകി മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞ ദിവസം അബദ്ധം പറ്റിയിരുന്നു. ഈ പോസ്റ്റിനെ പറ്റിയാണ് പിണറായിയുടെ പരാമർശം. ജിഷ കൊലക്കേസിൽ 10 ദിവസമായിട്ടും പ്രതിയെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് കുറുപ്പംപടി പോലീസ് സ്റ്റേഷന് മുന്നിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു. DGP സെൻകുമാർ അടക്കമുള്ള പോലീസ് ഉന്നത സ്ഥല സംഘം അന്വേഷണ പുരോഗതി വിലയിരുത്തുന്നതിനായി യോഗം ചേരുന്നതിനിടയിലായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം ചെറിയ തോതിൽ സംഘർഷത്തിനിടവച്ചു. അന്വേഷണം ശരിയായ ദിശയിലാണെന്നും തെളിവുകളടക്കം ശേഖരിച്ച് പ്രതിയെ പിടികൂടാൻ സമയം എടുക്കുമെന്നും DGP സെൻകുമാർ പ്രതികരിച്ചു. കുറുപ്പംപടി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ജിഷയുടെ ദാരുണമായ കൊലപാതകം നടന്ന വട്ടോളിപ്പിടിയിലെ ഒറ്റമുറി വീട്. വെള്ളിയാഴ്ച രാത്രി 8:45 കുറുപ്പംപടി സ്റ്റേഷന് മുന്നിൽ നാട്ടുകാർ തടിച്ചുകൂടിയത്. പ്രതിയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് തെറ്റിദ്ധരിച്ചെത്തിയതായിരുന്നു ഇവർ. പ്രതിയെ പിടികൂടിയിട്ടില്ലെന്നും DGP സെൻകുമാർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ യോഗം ചേരാൻ എത്തുന്നതാണെന്നും പോലീസ് നാട്ടുകാരെ അറിയിച്ചെങ്കിലും പ്രതിയെ പിടികൂടാത്തതിലുള്ള പ്രതിഷേധത്തിൽ നാട്ടുകാർ പോലീസിന് നേരെ തിരിയുകയായിരുന്നു. ജിഷയുടെ വീട് സന്ദർശിച്ച ശേഷം DGP സെൻകുമാർ അന്വേഷണ പുരോഗതി വിലയിരുത്തുന്നതിനായി മധ്യമേഖല IG മഹിപാൽ യാദവ്, ആലുവ റൂറൽ SP യതീഷ് ചന്ദ്ര എന്നിവരടക്കമുള്ള മുഴുവൻ അന്വേഷണ ഉദ്യോഗസ്ഥരുമായും കുറുപ്പംപടി പോലീസ് സ്റ്റേഷനിലെത്തി ചർച്ച നടത്തി. ഹൈക്കോടതി പറഞ്ഞ പോലെ ആരുടെയും സമ്മർദ്ദത്തിന് വിധേയമാകാൻ സാധിക്കില്ല. പിന്നെ ആകെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതിൽ യാതൊരു വിധത്തിലുള്ള ഒരു കൺട്രോൾസും ഒന്നുമില്ല. ഈ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് പൂർണ്ണമായിട്ടും സ്വാതന്ത്ര്യമുണ്ട്. എത്രയും പെട്ടെന്ന് ഏറ്റവും നല്ല രീതി ആരായാലും പിടിക്കാനായിട്ട്, പക്ഷേ എവിഡൻസോടുകൂടി. ഇത്രയേ ഉള്ളൂ. ഇന്നലെ മാത്രം 25ഓളം പേരെയാണ് പോലീസ് ചോദ്യം ചെയ്തത്. പ്രധാനമായും 6 പേരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. എന്നാൽ തെളിവുകളുടെ അഭാവം പോലീസിനെ വലയ്ക്കുകയാണ്. സംഭവ ദിവസം സ്ഥലത്തെത്തിയ ലോക്കൽ പോലീസ് തെളിവ് ശേഖരിക്കുന്നതിൽ കാട്ടിയ അലംഭാവവും സ്വീകരിക്കേണ്ട നടപടികൾ കൈക്കൊള്ളാതെ പോസ്റ്റ്മോർട്ടം നടത്തിയതും തിടുക്കത്തിൽ മൃതദേഹം ദഹിപ്പിച്ചതുമാണ് ഇപ്പോൾ അന്വേഷണത്തെ കൂടുതൽ സങ്കീർണമാക്കി മാറ്റിയിരിക്കുന്നത്. പ്രതിയെ പിടികൂടാൻ ഇനിയും സമയമെടുക്കുമെന്നാണ് DGPയുടെ വാക്കുകളും വ്യക്തമാക്കുന്നത്. പെരുമ്പാവൂരിൽ നിന്നും അലക്സ് റാം മുഹമ്മദ്. അതെ, ഇനിയും സമയം എടുക്കും എന്ന സൂചനയാണ് DGP ഇന്നലെ നൽകിയതെങ്കിൽ ജിഷ കൊലക്കേസിൽ പ്രതിയെ പിടികൂടാനാകാതെ 10ാം ദിവസവും പോലീസ് ഇരുട്ടിൽ തപ്പുന്ന കാഴ്ചയാണ് ഏറ്റവും പുതിയതായും പുറത്തെത്തുന്നത്. അന്വേഷണം പക്ഷേ കഞ്ചാവ് വിൽപ്പനക്കാരനായ ജിഷയുടെ സഹോദരിയുടെ കാമുകനിലേക്ക് നീളുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ അലക്സ് റാം മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. അലക്സ്, നേരത്തെ പോലീസ് പറഞ്ഞിരുന്ന അതേ നിലപാടിലാണ് ഇന്നലെ രാത്രി വരെയും പോലീസ് ഇതേ സംബന്ധിച്ച് പറയുന്നത്. പക്ഷേ സൂചനകൾ ചിലതുണ്ട്. എന്നാൽ പിടിയിലായവരും കസ്റ്റഡിയിലെടുത്തവരും ചോദ്യം ചെയ്തവരുടെയും വിരലടയാളങ്ങളൊന്നും പൊരുത്തപ്പെടുന്നില്ല. തെളിവുകളൊന്നും ശേഖരിക്കാൻ പോലീസിനാകുന്നില്ല. ഈ ഘട്ടത്തിലാണ് അന്വേഷണം എത്തി നിൽക്കുന്നത്. ഏറ്റവും പുതിയ പുരോഗതി. അജിംഷാദ് സൂചിപ്പിച്ചത് വളരെ ശരിയാണ്. കാരണം ജിഷയുടെ കൊലപാതക കേസ് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീളുന്നു എന്ന് തന്നെ കൃത്യമായി പറയാൻ സാധിക്കും. കാരണം പോലീസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള അല്ലെങ്കിൽ പോലീസിൻ്റെ നേരത്തെ നിഗമനങ്ങൾ ശരിവെക്കുന്ന തരത്തിലേക്കുള്ള തെളിവുകളൊന്നും പോലീസിന് ഇതുവരെ ലഭ്യമായിട്ടില്ല. ഏറ്റവും ഒടുവിലായി നമുക്ക് പറയാൻ കഴിയുന്ന പോലീസ് ഇന്ന് രാവിലെ അടക്കം പോലീസ് ഏതാണ്ട് 25ഓളം പേരെ പോലീസ് ചോദ്യം ചെയ്തു. ഇതിൽ DGP സെൻകുമാർ തന്നെ വ്യക്തമാക്കിയിട്ട് 6 പേരെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും അന്വേഷണം പുരോഗമിക്കുന്നത്. ഇതിലൊരാളാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജിഷയുടെ ചേച്ചി ദീപയുടെ കാമുകൻ ആയിട്ടുള്ള യുവാവ്. അയാളിലേക്ക് അന്വേഷണം കേന്ദ്രീകരിക്കുന്നു. ഇയാൾ കഞ്ചാവ് അടക്കമുള്ള മറ്റു നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. സംഭവം നടന്ന ദിവസം മുതൽ ഇയാളെ പെരുമ്പാവൂരിൽ നിന്ന് കാണാനില്ലായിരുന്നു. ഇയാളെ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഇയാളെ കിട്ടിയിട്ടില്ല എന്നാണ് പോലീസ് ഔദ്യോഗികമായി പറയുന്നതെങ്കിലും അനൗദ്യോഗികമായി പോലീസിന്റെ ഭാഗത്തു നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇയാൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. ഇയാൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. ഇയാളെ പോലീസ് രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്തു വരുന്നു. ചില സൂചനകൾ ഉണ്ട് എന്നുള്ളതൊഴിച്ചാൽ കേസിൽ നിലവിൽ ഉണ്ടായിരിക്കുന്ന പുരോഗതി എന്ന് പറയുന്നത് സംഭവം നടന്നത്, കൊലപാതകം നടന്നത് സമയത്തെ സംബന്ധിച്ച് മാത്രമേ നിലവിൽ പുരോഗതിയുള്ളൂ. സമയം ഇന്നലെ അടക്കം നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ ഒരു സാക്ഷിമൊഴി, അതായത് ജിഷയുടെ അയൽവാസിയായ ഒരു യുവതിയുടെ സാക്ഷി മൊഴി അനുസരിച്ച് വൈകുന്നേരം 5 മണിയോടുകൂടി ജിഷ അയൽപക്കത്തേക്ക് വെള്ളം കോരാൻ പോകുന്നത് കാണുന്നു. 5:45 ജിഷ തിരിച്ചെത്തുന്നു. 5:45 പ്രതിയെന്ന് സംശയിക്കുന്ന ആൾ കനാൽ ബണ്ട് തിരിഞ്ഞ ജിഷയുടെ വീട്ടിലേക്ക് വരുന്നു. 6:05 ഇയാൾ ചെരുപ്പ് ഉപേക്ഷിച്ച് കനാലിലിറങ്ങി കാല് കഴുകിയ ശേഷം കനാൽ വഴി
കനാൽ ബണ്ട് വഴി തിരിച്ചു പോകുന്നു. ഈ ഒരു സമയം സംബന്ധിച്ച് മാത്രമേ കൃത്യമായ വിവരം പോലീസിന് ഇതുവരെ ലഭ്യമാക്കാൻ സാധിച്ചിട്ടുള്ളൂ. അതായത് മരണം സംബന്ധിച്ച് സമയത്തെ സംബന്ധിച്ച് കൃത്യമായ വിവരം ഉണ്ട് എന്നുള്ളത്. അതായത് പോലീസിൻ്റെ മറ്റ് അന്വേഷണങ്ങൾ വഴിമുട്ടി നിൽക്കുന്നു എന്ന് തന്നെ പറയാം. ചില സൂചനകൾ നേരത്തെ സൂചിപ്പിച്ച പോലീസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇത് സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഇത് ലഭിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നേരത്തെ പലരെയും ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് പോലീസിന് ലഭിച്ച ചില സൂചനകൾ മാത്രമാണ്. ജിഷയുടെ സഹോദരിയുടെ കാമുകനെ സംബന്ധിച്ച അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കണ്ണൂരിൽ നിന്ന് പോലീസ് ഒരുപാട് കൊട്ടിക്കൊഴിച്ച് കണ്ണൂരിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത പ്രതിയല്ല എന്ന് കണ്ട് തിരിച്ചറിഞ്ഞ പ്രതിയെ വിട്ടയച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയെ നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുന്നു. പോലീസ് തയ്യാറാക്കിയ രേഖാചിത്രവുമായി ഇയാൾക്ക് സാമ്യമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ വീട്ടിലേക്ക് വൈകുന്നേരം എത്തിയ ആൾ ഇതാണ്, മഞ്ഞ ഷർട്ടിട്ട ആൾ ഇതാണ് എന്നുള്ള തലത്തിലേക്കായിരുന്നു പോലീസ് അന്വേഷണങ്ങൾ പുരോഗമിച്ചത്. എന്നാൽ ചോദ്യം ചെയ്യൽ ഇയാളല്ല എന്ന് വ്യക്തമാകുന്നുണ്ട്. നേരത്തെ DGP സെൻകുമാർ സൂചിപ്പിച്ചത് അന്വേഷണത്തിന് സമയമെടുക്കും, അന്വേഷണം ഏതൊക്കെ തലത്തിലേക്ക് നീളണമെന്നോ ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കണം, അതിന് ഒരുപാട് സമയം വേണ്ടിവരും, അതിനുള്ള സമയം നൽകണം. ഹൈക്കോടതി തന്നെ വ്യക്തമാക്കിയതുപോലെ മറ്റ് സമ്മർദ്ദങ്ങൾക്ക്, പ്രത്യേകിച്ച് മാധ്യമത്തിൻ്റെ സമ്മർദ്ദങ്ങൾക്ക് പോലീസ് വഴങ്ങേണ്ടതില്ല, അങ്ങനെ വഴങ്ങില്ല, പോലീസ് സ്വതന്ത്രമായി കേസ് അന്വേഷിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് DGP സെൻകുമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ 10 ദിവസം പിന്നിടുമ്പോൾ അന്വേഷണവുമായി ബന്ധപ്പെട്ട മറ്റു പുരോഗതികളൊന്നുമില്ലാതെ തെളിവുകൾ ശേഖരിക്കുന്നതിൽ നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ആദ്യത്തെ ദിവസം ലോക്കൽ പോലീസ് തെളിവുകൾ ശേഖരിക്കുന്നതിൽ അടക്കം കാട്ടിയ അലംഭാവം, അവിടുത്തെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിൽ കാണിച്ച കൈക്കൊള്ളേണ്ട നടപടികൾ സ്വീകരിക്കാതെ പോസ്റ്റ്മോർട്ടം കൈക്കൊണ്ടതിൽ പറ്റിയ കുറ്റം, അതുപോലെ തിടുക്കപ്പെട്ട ജിഷയുടെ മൃതദേഹം സംസ്കരിച്ചതുണ്ടായ കുറവ്, ഇതെല്ലാം പോലീസിന്റെ അന്വേഷണത്തെ സങ്കീർണമാക്കിയിരിക്കുന്നു നിലവിലെന്ന് പറയാൻ സാധിക്കും. അജിംഷാദ്, ഒപ്പം ജിഷയുടെ സഹോദരിയുടേതടക്കം മൊഴിയെടുക്കുന്നതിലേക്കും പോലീസ് പോകുന്നുണ്ട്. അതായത് അലക്സ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കാൻ ആ ഘട്ടത്തിൽ പോലീസിന് പല വീഴ്ചയും സംഭവിച്ചു എന്നതൊന്ന്. ഒരു പക്ഷേ കയ്യിലുള്ള ശാസ്ത്രീയമായ തെളിവുകൾ അനുസരിച്ച് പിടിയിലായവരെ സംബന്ധിച്ച് യോജിക്കുന്ന ഒന്നും കാണുന്നില്ല, വിരലടയാളമടക്കം. ഈ ഘട്ടത്തിലാണ് പോലീസ് പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് പോകുന്നത്, സാധ്യതകളുടെ പിന്നാലെ. അങ്ങനെയാണെങ്കിൽ ഏറ്റവും പുതിയതായി സഹോദരിയെയും ചോദ്യം ചെയ്യുന്നു. സഹോദരിയുടെ കാമുകൻ എന്ന് പറയുന്ന കഞ്ചാവ് വിൽപ്പനക്കാരനായ ഒരാളിലേക്കും അന്വേഷണം കേന്ദ്രീകരിക്കുന്നു. പക്ഷേ അതിനും ശാസ്ത്രീയമായ അടിത്തറവോ കൂട്ടിയോജിക്കലോ കാണുന്നുമില്ല. അലക്സ്, വളരെ ശരിയാണ്. പോലീസിന് നിലവിൽ സാഹചര്യ തെളിവുകളുടെയോ മറ്റ് സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പ്രതികളെന്ന് സംശയിക്കുന്ന ചിലരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത്. നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഏതാണ്ട് 200-ലധികം പേരെ പോലീസ് ഇതുവരെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിലാണ് 6 പേരെ കേന്ദ്രീകരിച്ച്, പ്രധാനമായും 6 പേരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് എന്ന് പറയുന്നത്. നേരത്തെ അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ചിലരുടെ വിരലടയാളങ്ങൾ ഈ സംഭവ സ്ഥലത്ത് നിന്ന് ലഭിച്ച വിരൽ അടയാളങ്ങളുമായി യോജിച്ചു പോകുന്നില്ല. അപ്പോൾ അത്തരത്തിൽ പോലീസിന് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ സാധിക്കാത്ത അവസ്ഥയുണ്ട്. അത്തരത്തിൽ പോലീസ് തയ്യാറാക്കിയ രേഖാചിത്രം നേരത്തെ കണ്ണൂരിൽ നിന്ന് പിടിയിലായ രേഖാചിത്രവുമായി യോജിക്കുന്നതല്ല. എന്നാൽ പോലീസ് ഇപ്പോൾ നിലവിൽ പറയുന്നത് ജിഷയുടെ കാമുകനായ യുവാവിൻ്റെ, അല്ലെങ്കിൽ അത്തരത്തിൽ ഇപ്പോൾ പോലീസ് സംശയിക്കുന്ന ആളുടെ രൂപവുമായി ഈ രേഖാചിത്രത്തിന് സാമ്യമുണ്ടാകും എന്നൊരു സൂചനയുണ്ട്. അതല്ലാതെ കൃത്യമായ തെളിവുകൾ കൈമാറാൻ പോലീസ് തയ്യാറായിട്ടില്ല. ആഭ്യന്തരമന്ത്രി തന്നെ വ്യക്തമാക്കിയതാണ് അന്വേഷണത്തിന്റെ വിവരങ്ങൾ നിലവിൽ മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റ് ഏജൻസികൾക്കോ കൈമാറാൻ സാധിക്കില്ല, ഇത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കും. പോലീസ് കൃത്യമായ ട്രാക്കിലാണെന്നാണ് DGP സെൻകുമാർ പറഞ്ഞത്. അജിംഷാദ് നേരത്തെ കൃത്യമായി സൂചിപ്പിച്ചതുപോലെ തന്നെ സംഭവ ദിവസം മൊബൈൽ വെളിച്ചത്തിലാണ് പോലീസ് സ്ഥലം പരിശോധിക്കുന്നത്. പോലീസ് അവിടെ കാണിച്ച, അല്ലെങ്കിൽ ലോക്കൽ പോലീസ് അവിടെ കാണിച്ച അലംഭാവം വ്യക്തമാണ്. അത് തന്നെയാണ് ഇപ്പോൾ തെളിവുകൾ ശേഖരിക്കുന്നതിൽ പോലീസിനെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജിഷ താമസിച്ചിരുന്ന വീട് ഒരു ഒറ്റപ്പെട്ട സ്ഥലത്താണ്. ജിഷയും മാതാവും അയൽവക്കക്കാരുമായി വലിയ ബന്ധം പുലർത്തിയിരുന്നില്ല. ജിഷ കൂട്ടുകാരുമായി വലിയ ബന്ധം പുലർത്തിയിരുന്നില്ല. ജിഷ ഉപയോഗിച്ചിരുന്ന ഒരു ചെറിയ മൊബൈൽ ഫോണാണ്. ഇതൊരു ചെറിയ ക്യാമറ മാത്രമുള്ള മൊബൈൽ ഫോണാണ്. ജിഷയ്ക്ക് മറ്റ് സമൂഹ മാധ്യമങ്ങളിൽ ജിഷ സജീവമായിരുന്നില്ല. അത്തരത്തിലേക്ക് വരുമ്പോൾ പോലീസിന് സാങ്കേതികമായ തെളിവുകൾ ശേഖരിക്കുന്നതിൽ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, വലിയ കുറവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്, DGP സെൻകുമാർ അടക്കം ഇന്നലെ വ്യക്തമാക്കിയത്, കേസ് അന്വേഷണത്തിന് സമയം വേണം, കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കേസ് അന്വേഷണം സാധ്യമാകുകയുള്ളൂ. മറ്റ് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി പെട്ടെന്ന് ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ പോലീസിന് സാധിക്കില്ല എന്നൊരു നിലയിലേക്ക് പോലീസ് വരുന്നത് മറ്റൊന്നും കൊണ്ടല്ല. അജിംഷാദ്, തീർച്ചയായും പെൻ ക്യാമറ പരിശോധനയിലും ഒരുപക്ഷെ തെളിവുകളൊന്നും ലഭ്യമായിട്ടില്ല എന്നതായിരുന്നു പോലീസിൻ്റെ നിലപാട്. അലക്സ്, ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് നാടാകെ, ഒരുപക്ഷെ കേരളം മുഴുവൻ ജിഷ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം ഉരുണ്ടുകൂടിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. എങ്ങനെയാണ് പ്രതിഷേധങ്ങൾ? ഇന്നലെ രാത്രി പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ലാത്തിചാർജ് വരെ നടത്തി ചെറിയ തോതിൽ. അത്തരത്തിലും വാർത്തകൾ ഉണ്ടായിരുന്നു. പ്രതിഷേധം ഇന്നെങ്ങനെ പുരോഗമിക്കുന്നു? അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി.
അജിംഷാദ്, നാടാകെ, അതായത് ഈ വാർത്ത ഉയർന്നു വന്നതിന് ശേഷം നാടാകെ വലിയ പ്രതിഷേധത്തിലാണ്. LDF-ന്റെ രാപ്പകൽ സമരം മെനിഞ്ഞാന്ന് വൈകുന്നേരം മുതൽ ഇവിടെ ആരംഭിച്ച രാപ്പകൽ സമരമാണ്. ഇന്നലെ CPM പോളിറ്റ് ബ്യൂറോ മെമ്പർ പിണറായി വിജയൻ ഈ രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നിലവിലും LDF-ന്റെ രാപ്പകൽ സമരം പെരുമ്പാവൂർ DYSP ഓഫീസിന് മുന്നിൽ പുരോഗമിക്കുന്നുണ്ട്. അതുപോലെ ഒറ്റയും തെറ്റുമായി പലവിധ പ്രതിഷേധങ്ങൾ ഈ ഭാഗത്തേക്ക് വരുന്നുണ്ട്. ഇന്നലെ ഒരുപാട് പ്രതിഷേധങ്ങളുണ്ടായി. ഇന്ന് വൈകുന്നേരം ഇതുപോലെ DYFI-യുടെ അടക്കം വലിയ പ്രതിഷേധങ്ങൾ ഇവിടേക്ക് നടക്കുന്നുണ്ട്. അതുപോലെ ജനകീയ കൂട്ടായ്മകൾ, മറ്റ് സംഘടനകൾ എല്ലാ തരത്തിലേക്ക് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. ഇന്നലെ രാത്രി ജിഷയുടെ കൊലപാതകം നടന്ന വട്ടോളിക്കുടിയിലെ വീട് സ്ഥിതി ചെയ്യുന്ന കുറുപ്പുംപടി പോലീസ് സ്റ്റേഷനിലേക്ക് ഇന്നലെ DGP സെൻകുമാർ, മധ്യമേഖല IG മഹിപാൽ യാദവ്, അതുപോലെ ആലുവ റൂറൽ SP യതീഷ് ചന്ദ്ര, ADGP പത്മകുമാർ അടക്കമുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ, ഉന്നത പോലീസ് സംഘവും നിലവിൽ ജിഷയുടെ കൊലപാതക കേസ് അന്വേഷിക്കുന്ന അന്വേഷണ സംഘവും അവിടെ യോഗം ചേരുകയുണ്ടായി. ആ യോഗം ചേർന്നപ്പോൾ നിരവധി ജനങ്ങൾ ആ പോലീസ് സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടിയിരുന്നു. ആ വിവരങ്ങൾ നമ്മൾ തത്സമയം സംപ്രേഷണം ചെയ്തതാണ്. പ്രതികളെ കൊണ്ടുവന്നു എന്നുള്ള സംശയത്തിലാണ് ഇവിടേക്ക് ജനങ്ങൾ ഒഴുകിയെത്തിയത്. ജനങ്ങൾ പലരും ഞങ്ങളോട് വന്ന് ചോദിക്കുകയുണ്ടായി, പ്രതികളെ എപ്പോൾ ഹാജരാക്കും, പ്രതികളെ കിട്ടിയിട്ടുണ്ടോ എന്ന് ഞങ്ങളോട് ചോദിക്കുകയുണ്ടായി. ഞങ്ങൾ പ്രതികളെ ഹാജരാക്കാനല്ല, പോലീസിന്റെ ഒരു ഉന്നതതല യോഗമാണ് ഇവിടെ പുരോഗമിക്കുന്നത് എന്ന് പറഞ്ഞെങ്കിലും പോലീസും ഇതവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും ജനങ്ങൾ പെട്ടെന്ന് പോലീസിന് നേരെ രോഷാകുലരാകുകയായിരുന്നു. അവർ ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഇത് സംഭവിച്ചെങ്കിൽ നിങ്ങൾ സഹിച്ചിരിക്കുമോ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമോ എന്നുള്ള തലത്തിലേക്ക് അവർ ചോദ്യം ഉന്നയിച്ചു. 9 ദിവസം, ഇന്നലെ രാത്രിയോടൊപ്പം 9 ദിവസം പിന്നിടുത്ത് നിങ്ങൾ എന്താണ് ചെയ്തത്? പോലീസ് ഇത്ര നിഷ്ക്രിയമായാണ് പെരുമാറുന്നത്? മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ആദ്യ ദിവസം ലോക്കൽ പോലീസ് കാണിച്ച അലംഭാവമടക്കം ജനങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ജനങ്ങൾ പോലീസിനെതിരെ തിരിഞ്ഞത്. ഒടുവിൽ ചെറിയ തോതിൽ സംഘർഷം ഇന്നലെ രാത്രി സ്ഥലത്തുണ്ടായിരുന്നു. ലാത്തി വീശിയാണ് ജനങ്ങളെ, അല്ലെങ്കിൽ അവിടെ നിന്ന് സംഘർഷ അവസ്ഥയിലെത്തി അവിടെ നിന്ന് ജനങ്ങളെ പോലീസ് ഓടിച്ചത്. അത്തരത്തിൽ പെരുമ്പാവൂരിലടക്കം കൊച്ചിയിലടക്കം എറണാകുളം ജില്ലയിലടക്കം വലിയ പ്രതിഷേധങ്ങളാണ് ഇതിനോടകം ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട കൊലയാളികളെ പിടിക്കാൻ പോലീസ് വൈകുന്നതിൽ പ്രതിഷേധിച്ച അജിംഷാദ്. ശരി, അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ജിഷയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രതിയിലേക്ക് എത്താനുള്ള സൂചനകളൊന്നും പോലീസിന് ലഭിക്കുന്നില്ല എന്ന് തന്നെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തെത്തുന്നത്. ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ്. പ്രതിഷേധവും സജീവമായി പോലീസിനും സർക്കാരിനുമെതിരെ ഉയരുകയും ചെയ്യുന്നു. വാർത്തകളിലേക്ക്. സ്ത്രീകൾക്കെതിരായ ലൈംഗികാതിക്രമങ്ങളും കൊലപാതകങ്ങളും വർദ്ധിക്കുമ്പോഴും സ്ത്രീ സുരക്ഷയ്ക്കായുള്ള നിർഭയ പദ്ധതിയുടെ ഫണ്ട് വിനിയോഗിക്കുന്നതിൽ സർക്കാരിന് ഗുരുതര വീഴ്ച. വൺ സ്റ്റോപ്പ് സെന്റർ പദ്ധതി സംസ്ഥാന സർക്കാർ നടപ്പാക്കിയില്ലെന്നാണ് വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നത്. പീഡനത്തിന് ഇരയാകുന്ന സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അഭയസ്ഥാനം, സുരക്ഷ, സാന്ത്വനം, വൈദ്യസഹായം, നിയമസഹായം എന്നിവ ലഭ്യമാക്കുക എന്നതാണ് വൺ സ്റ്റോപ്പ് സെന്റർ പദ്ധതിയുടെ ലക്ഷ്യം. ദില്ലി കൂട്ടബലാത്സംഗത്തിന്റെ പശ്ചാത്തലത്തിൽ ആരംഭിച്ച പദ്ധതിക്കായി കേന്ദ്ര സർക്കാർ 45,80,047 രൂപയാണ് കഴിഞ്ഞ വർഷം കേരളത്തിന് അനുവദിച്ചത്. എന്നാൽ ഈ തുക യഥാവിധം ഉപയോഗിച്ചിട്ടില്ലെന്ന് വിവരാവകാശ പ്രവർത്തകൻ അഡ്വക്കേറ്റ് DB ബിനുവിന് ലഭിച്ച രേഖകൾ വ്യക്തമാക്കുന്നു. രാജ്യത്തെ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് 200 കോടി രൂപ അതിനുവേണ്ടി നിർഭയ ഫണ്ട് എന്ന പേരിൽ കേന്ദ്ര സർക്കാർ രൂപവത്കരിക്കുകയും ചെയ്തു. വിവിധ സംസ്ഥാനങ്ങളിൽ അതിനുവേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു. കേരളത്തിന് അനുവദിച്ച തുക ചെലവഴിക്കുന്നതിന് സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടു എന്നാണ് ഈ രേഖകൾ വ്യക്തമാക്കുന്നത്. 2015 മാത്രം രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 32,077 പീഡന കേസുകളാണെന്ന് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ എന്നിവ ആദ്യ സ്ഥാനങ്ങളിൽ നിൽക്കുമ്പോൾ പീഡന കേസുകളിൽ 6ാം സ്ഥാനത്താണ് കേരളം. എന്നാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ 1ാം സ്ഥാനത്തും. വിദ്യാഭ്യാസപരമായി മലയാളികൾ കുതിക്കുമ്പോൾ സാംസ്കാരികമായി നാം തകരുകയാണ് എന്നാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. സമീർ വഴങ്ങോട്, കൊച്ചി. ആറന്മുളയിൽ വീണ ജോർജിന്റെ പ്രചാരണ ബോർഡുകൾ തകർത്തു. 30 പേരടങ്ങുന്ന സംഘമാണ് ബോർഡുകൾ തകർത്തതെന്നാണ് സൂചന. ഇത് സംബന്ധിച്ച് LDF പോലീസിൽ പരാതി നൽകി. UDF നേതൃത്വത്തിന്റെ ഒത്താശയോടുകൂടിയാണ് ഈ ആക്രമണം നടന്നതെന്ന് LDF ആരോപിച്ചു. നേരത്തെയും ഇത്തരത്തിൽ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ LDFന്റെ പ്രചരണ ബോർഡുകൾ മാത്രമായി നശിപ്പിച്ചിരുന്നു. ഇതിനെതിരെ LDF പരാതി നൽകിയിട്ടും പോലീസ് ഇതുവരെ നടപടിയെടുത്തിട്ടില്ല. ജൈവകൃഷിയിൽ മാതൃകയായ ഒരു ഗ്രാമം. തിരുവനന്തപുരം നന്ദിയോട് ഭൂരിഭാഗം വീടുകളിലും ജൈവകൃഷിയാൽ സമ്പന്നമാണ്. 95% വീടുകളിലും ഇവിടെ പുരയിട കൃഷിയുണ്ട്. കൃഷി ഓഫീസർ ജയകുമാറാണ് നന്ദിയോട്ടെ ജനങ്ങളെ ജൈവകൃഷിയിലേക്ക് തിരിച്ചുവിട്ടത്. പച്ചപ്പാൽ സമൃദ്ധമായ ഒരു ഗ്രാമം, അതാണ് നന്ദിയോട്. നന്ദിയോട്ടെ പുരുഷോത്തമൻ നായർ എന്ന സംയോജിത കർഷകന്റെ വീട്ടിലെത്തിയാൽ കാണുന്ന കാഴ്ചകൾ ഇവയെല്ലാമാണ്. പച്ചക്കറി കൃഷിക്ക് പുറമെ പശു, ആട്, താറാവ്, കോഴി എന്നിവ ഇവിടുത്തെ വീട്ടുകാർ തന്നെ.
അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തിന് പച്ചക്കറി, പാൽ, മുട്ട എന്നിവയൊന്നും പുറത്തുനിന്നും വാങ്ങേണ്ടതേയില്ല. എന്തിന് നാട്ടിൽ തന്നെ 42 വീടുകളിൽ പാലും നൽകുന്നുണ്ട് പുരുഷോത്തമൻ നായരും കുടുംബവും. കൃഷിയാണ്. ചാണകപ്പൊടിയും ചാമ്പലും കോഴിക്കാരോ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ, വേറെ മറ്റു വേറൊന്നുമില്ല. പിന്നെ ഈ പശുവിൻ്റെ വേസ്റ്റുകളെല്ലാം നമ്മൾ 30 വർഷം കൊണ്ട് പശു വളർത്തലും കോഴി ആടും എല്ലാം ഉണ്ടായിരുന്നു. അതിൻ്റെ വളം കൊണ്ട് മാത്രമേ, രാസവളം നമ്മൾ കൂടുതൽ ഉപയോഗിക്കാറില്ല. ഇപ്പം പ്രധാനമായും ഈ സാറിൻ്റെ ഒരു ഒറ്റ പ്രോത്സാഹനമാണ് ഇതിനത്രയും. ഇവിടെ മറ്റുള്ള ഒരുവിധം വീട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങളും ഒന്നുമില്ലെങ്കിൽ അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മലക്കറി ഉണ്ടാക്കി കഴിക്കാൻ സാർ ഇവിടെ വന്ന് പ്രോത്സാഹനം ചെയ്തതിന് ശേഷം എല്ലാവരും അതിലേക്ക് വേണ്ടി തുനിഞ്ഞേക്കാണ്. അപ്പം പുരുഷോത്തമൻ നായരെ പോലെ നിരവധി പേരാണ് നന്ദിയോടുള്ളത്. ഇവിടുത്തെ ഭൂരിഭാഗം വീടുകളും ഒരു വർഷമായി ജൈവ കൃഷിയാൽ സമ്പന്നമാണ്. 95% വീടുകളിലും പുരയുടെ കൃഷിയാണ്. പയർ, ചീര, തക്കാളി, വഴുതന, ചതുരപ്പയർ, മധുരച്ചീര, ചുണ്ടയ്ക്ക തുടങ്ങിയവയാണ് പുരയുടെ കൃഷിയിൽ ഭൂരിഭാഗവും. ഇവിടുത്തുകാരെ ജൈവ കൃഷിയിലേക്ക് നയിച്ചതാകട്ടെ നന്ദിയോട്ടെ കൃഷി ഓഫീസറായ ജയകുമാറും. അപ്പോൾ ഒരു വീടിനാവശ്യമായ സാധനങ്ങളെല്ലാം നന്ദിയോട് പഞ്ചായത്തിലെ വീട്ടുകാർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്നുള്ളത്. നമ്മളെപ്പോഴും സ്വയം പര്യാപ്തത എന്ന് പറയുന്നത് ഒരു സ്വദേശീയ മൂല്യത്തിലാണ് നിൽക്കുന്നത്. അതിൻ്റെ ശരിക്കും ഒരു നിറവിലേക്കാണ് ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് കൃഷി വകുപ്പിൻ്റെ ജില്ലാതലത്തിലുള്ള 1ാം സ്ഥാനം ജൈവഗ്രാമ അവാർഡ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ കൃഷി എല്ലാവരും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഒരല്പം സ്ഥലമുള്ള ഓരോ വീട്ടിലും ഇവിടെ ജനങ്ങൾ അവരാൽ കഴിയുന്ന എന്തെങ്കിലും പച്ചക്കറികൾ നട്ടുവളർത്തും. എല്ലാ ബുധനാഴ്ചയും നന്ദിയോട് കൃഷിഭവനിൽ ജൈവചന്തയും നടക്കും. ജൈവചന്തയിൽ ഇന്ന് വരുന്ന ഉപഭോക്താക്കൾ നാളെ ഉൽപാദകരായി മാറുന്നുവെന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇതിനു പുറമെ പഞ്ചായത്തിന്റെ മേൽനോട്ടത്തിൽ 50 സംഘങ്ങളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ തീർത്തും ജൈവ ഗ്രാമമായി കഴിഞ്ഞു ഇവിടം. തിരുവനന്തപുരം നന്ദിയോടുള്ളവർക്ക് ജൈവ കൃഷി എന്നുള്ളത് അവരുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. ഇത് സംസ്ഥാനത്തുടനീളം വ്യാപിപ്പിക്കുകയാണെങ്കിൽ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ വിഷരഹിതമായ പച്ചക്കറി നമുക്കും സ്വന്തമാക്കാം. നന്ദിയോട് നിന്നും ക്യാമറാമാൻ RK കുമാറിനൊപ്പം ഷീജ.